മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പി.സി. ജോർജിനെ കൈവിട്ട് സംസ്ഥാന ബി.ജെ.പി. ഇതിനു മുമ്പും ഈ സലീമിനെ പലരും പലയിടത്തുനിന്നും ആട്ടിയിറക്കിയിട്ടുണ്ട്. മതവിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനിടെ പിന്തുണ തേടി പി.സി. ജോർജ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. ഒരു മാസത്തേക്ക് പുറത്തൊന്നും ഇറങ്ങല്, ഇടയ്ക്കിടയിൽ വന്ന് വീട്ടിൽ നിന്ന് കാണാം. നിന്റെ ഈ സ്വഭാവം ആൾക്കാരെ അടിച്ചു കൊല്ലുന്നു. സത്യം എങ്ങനെയെങ്കിലും കേന്ദ്രം സംസ്ഥാന നേതൃത്വത്തോട് കാര്യം പറഞ്ഞെങ്കിലും ഇടപെടാൻ കഴിയില്ലെന്ന് നേതാക്കൾ മറുപടി നൽകുകയായിരുന്നു. അവരെ കൊണ്ട് ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. ജോർജ് നടത്തിയ പരാമർശത്തോട് ബി.ജെ.പിയുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, പരാമർശത്തെ പറ്റി ഇപ്പൊ നമ്മളൊന്നും പറയുന്നില്ല. അതായത് ആ പരാമർശത്തെ ബി.ജെ.പി. പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ആകാശത്തേക്കോടെ പോണ റോക്കറ്റ് തോട്ടിട്ട് പിടിച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാന്ന് കേട്ടണ്ട. ഇതാണ് ഐറ്റം. പാർട്ടിയോട് ആലോചിക്കാതെ ചർച്ചയിൽ പോയി പറഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. പി.സി. ജോർജിന്റെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വവുമായോ പാർട്ടിയുമായോ ആലോചിക്കാതെ പറഞ്ഞ കാര്യങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണോ സംസ്ഥാന നേതൃത്വം? അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. പി.സി. ജോർജ് ആകട്ടെ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിയുമായി ആലോചിച്ചിട്ടല്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനുള്ള നില. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. श्री पी.सी. जॉर्ज के नेतृत्व में जो केरला जनपक्षम वो भारतीय जनता पार्टी में मर्ज कर रहे, ज्वाइन कर रहे. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. സമാനമായ 4 കുറ്റകൃത്യങ്ങൾ പി.സി. ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കോടതി. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജ് പോലീസ് കസ്റ്റഡിയിൽ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. കസ്റ്റഡിയിൽ വിടണം എന്നൊരു സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പി.സി. ജോർജിനെ ഈ ഇരട്ടുപെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ ദയാദാക്ഷിണ്യം ഉണ്ടായേ മതിയാവും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.